അപ്പോൾ കണ്ടല്ലോ സവാള ഒരുവിധം വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. തക്കാളി ഇട്ടു. ഇനി പാകത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ല, നന്നായിട്ട് ഇളക്കി യോജിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറഞ്ഞ തീയിൽ കുറച്ച് സമയം നമുക്ക് അങ്ങോട്ട് അടച്ചിടണം. ഒന്ന് തീ കുറച്ച് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ ഇതായിരുന്നു ബയാളിൻ്റെ കുട്ടികളായിരുന്നു മീൻ. അപ്പോൾ അതിൽ കാരണം എക്സ്ട്രാ ഉണ്ടായപ്പോൾ നമ്മൾ അത് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ഇന്നത്തേക്ക് ആദ്യം പൊരിക്കട്ടെ. ഇന്ന് സൂതമീനാണ് പൊരിക്കുന്നത്. സൂതയാണ് വൈകുന്നേരം കറി. അപ്പോൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്തു, സൂത പൊരിച്ചത്, വൈകുന്നേരം അടവ് പൊരിച്ചത്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലേ. പ്രായം വയസ്സൊക്കെ ആയില്ലേ, നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചാണ് കാണുന്നത് കേട്ടോ. കല്ലെറിയരുത്, ഓക്കെ, എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. എൻ്റെ പ്ലാവയിൽ ആയുർജാക്ക് എന്ന 2 പ്ലാവുണ്ട് ഞാൻ വാങ്ങി നട്ട് പിടിപ്പിച്ചിട്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഈ പ്രാവശ്യം 3-ാം ഘട്ടമാണ് കായ്ക്കുന്നത്, ശേഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു കണ്ട, ചക്കക്കുരു കണ്ടില്ലേ. അപ്പോൾ ആ ചക്കക്കുരു എടുത്തിട്ട് ചക്കക്കുരു മുരിങ്ങയിലയും കൂടെ കറി വെച്ചു. അപ്പോൾ ചക്കക്കുരു മുരിങ്ങയില കറി ഇതുണ്ട. വെണ്ടയ്ക്ക മെഴുക്ക് വെച്ചു. ഇത് പിന്നെ എൻ്റെ സ്വന്തം വെണ്ടയ്ക്ക, സ്വന്തം വെച്ചോളൂ, സ്വന്തം വെണ്ടയ്ക്ക. അത് എനിക്ക് മാത്രം മറ്റൊരു സെപ്പറേറ്റ് ഉപ്പേരി ഉണ്ടാക്കിയത്, അതിൻ്റെ സ്മെല്ല് വേറെ തന്നെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ, ഇന്നത്തെ കറികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ചൂരക്കറി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അത് മസാല നന്നായിട്ട് തന്നെ, അല്ല തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഈ മസാലപ്പൊടികൾ അങ്ങോട്ട് കൊടുക്കും. മസാലപ്പൊടി ഇട്ട് പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്ത്, എനിക്ക് നന്നായിട്ട് കറിവേപ്പില വേണം കേട്ടോ. കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം കറിവേപ്പില വേണം. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെന്ത് ചെയ്യും, അതിനകത്തോട്ട് വാളംപുളി പിഴിഞ്ഞത് ഒഴിക്കും. അതൊഴിച്ച് ഒന്ന് നല്ലോണം പാകത്തിന് വെള്ളമാക്കി നമ്മൾ നന്നാക്കി ഒന്ന് തിളച്ച് ആണ സമയത്ത് ഈ കഷ്ണിച്ച് വെച്ചിട്ടുള്ള മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് കത്തി വെന്ത് കുറുകി വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഈ ചപ്പൊന്ന് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് അങ്ങോട്ട് ഇറക്കി വെക്കും. എന്നിട്ട് ചുമന്ന ഉള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി, ആ കൊച്ചുള്ളി അരിഞ്ഞിട്ടൊരു വറവിടലുണ്ട്. കൊച്ചുള്ളി അരിഞ്ഞിട്ട് അതിന് വൈകുന്നേരത്തേക്കുള്ള കറിയാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ കൊച്ചുള്ളി വറവിടൂല, കാരണം ഇപ്പം തന്നെ വറവിട്ട് അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ വൈകുന്നേരം നമ്മൾ കസ്റ്റമർക്ക് ഫുഡ് കൊടുക്കാൻ നേരത്താണ് നമ്മൾ കൊച്ചുള്ളി വറവിടും. കറി ഇപ്പോഴേ വെച്ച് വെക്കുന്നത് എന്താ വെച്ചാൽ കഷ്ണമീനല്ലേ, അപ്പോൾ അതിനകത്തൊരു എരിവും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഇത് ചെയ്യുന്നത്, വേവിച്ചെടുത്ത് ശൈല. അപ്പോൾ മീൻ അവിടെ കിടന്ന് പൊരിയട്ടെ, തക്കാളി അവിടെ കിടന്ന് നല്ല ചാന്ത് പോലെ അലിയട്ടെ. എന്നിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് താഴത്താവാൻ. അപ്പോൾ ഈ കറി വെന്തതിൻ്റെ ശേഷമുള്ള വീഡിയോ കണ്ടോ, തക്കാളി കിടന്നിട്ടാവണേ അത് കിടന്നാവണം. അപ്പോൾ ഇത്രയാണ് ഈ കറിക്കുള്ള ഇൻഗ്രീഡിയൻസുകളും കാര്യങ്ങളും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.